നമസ്കാരം. ജസ്റ്റ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഇത്തൂസിന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അതിനായിട്ട് അവൾക്ക് കൊടുത്തുവിടാനുള്ള കറികളൊക്കെ തയ്യാറാക്കുകയാണ്. ഇതൊരു പടവളങ്ങ കറിയാണ് കേട്ടോ. പടവളങ്ങയും തക്കാളിയും കൂടെ ഉള്ളൊരു കറിയാണ്. അതിലേക്ക് ഞാനിപ്പോൾ കടുക് താളിച്ച് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചെറിയൊരു ഉള്ളിക്കറി, ഒരു എരിവ് കിട്ടാനായിട്ടുള്ളൊരു ഉള്ളിക്കറി, ചമ്മന്തിക്കറി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഉള്ളിക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തൂസിന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചോറ് കൊടുത്തു വിട്ടാൽ മതി സ്കൂളിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് അല്പം ചോറും പിന്നെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് ഞാനത് കുറച്ച് വെക്കുന്നുണ്ട്. അത് വലിയ ഇഷ്ടമാണ്. കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോരനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച പടവളങ്ങ കറി എടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പപ്പടം, ചെറിയ പപ്പടം ഉണ്ടല്ലോ, അതെടുത്ത് അതും എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ മുട്ടത്തോരനും ഈ പടവളങ്ങ കറിയും കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കറികളായിട്ട് കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കശുവണ്ടിയും പിന്നെ ഈ കാവച്ചുള്ള ചിപ്സ് ഉണ്ടല്ലോ, അതും കൂടെ കൊടുത്തു വിടുന്നത്. ചിപ്സ് വലിയ ഇഷ്ടമല്ല എങ്കിലും കശുവണ്ടി കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സ് എടുത്ത് വെക്കണം. പപ്പാപ്പിക്കിൻ്റെ ഒരു സ്നാക്സിൻ്റെ ബോക്സാണ്. അത് വലിയ ഇഷ്ടമാണ് പപ്പാപ്പിക്കിനെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോക്സിലാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ദോശ ഇടുകയാണ് കേട്ടോ. ഇത്തൂസിന് രാവിലെ കഴിക്കാനുള്ള ദോശയാണ്. നെയ്യൊക്കെ ചേർത്താണ് ദോശ ഇടുന്നത് നമുക്ക് കൊടുക്കാനായിട്ട്. ദോശയുടെ കൂടെ കറിയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ചമ്മന്തിക്കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും മുളക് ചമ്മന്തി തയ്യാറാക്കി മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. മുളക് ചമ്മന്തി കൂടെ എടുക്കുന്നുണ്ട്. മുളക് ചമ്മന്തി ഒക്കെ ഇഷ്ടമാണ്. ചമ്മന്തി അല്ല, ഒരു ചെറിയൊരു മുളക് കറി പോലെ, കറി എന്നൊക്കെ പറയാം. പുളിയൊക്കെ ഒഴിച്ച കറിയാണ് കേട്ടോ. വാളംപുളി അതൊക്കെ ഇട്ടൊരു ഇഞ്ചിയൊക്കെ ചേർത്തൊരു മുളക് ചമ്മന്തി എന്ന് വേണേൽ കറി എന്നൊക്കെ പറയാം. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ചമ്മന്തി എടുക്കുന്നുണ്ട് കേട്ടോ.